ഹുവാവയുടെ ഹുവാവെ മേറ്റ് XT അൾട്ടിമേറ്റ് ഡിസൈൻ എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ട്രൈഫോൾഡ് ഫോൾഡബിൾ ഫോണാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹുവാവെ മേറ്റ് XT അൾട്ടിമേറ്റ് ഡിസൈൻ എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം ഈ ഒരു ഫോണിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. അപ്പം ഇതിൽ വലിയൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 10.2 ഇഞ്ചിന്റെ 3K റെസൊല്യൂഷനിൽ വരുന്ന ഒരു ഫ്ലെക്സിബിൾ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 3184x2232 ആണ്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രൈഫോൾഡ് ഡിസൈൻ ആണ് ഇതിൽ വരുന്നത്. അതായത് 3ആയിട്ട് മടക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇതിൽ വരുന്ന ഒരു ഭാഗം നമ്മൾ മടക്കി കഴിഞ്ഞാൽ 7.9 ഇഞ്ചിന്റെ ഒരു OLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൽ റെസൊല്യൂഷൻ വരുന്നത് 2048x2232 ആണ്. പിന്നെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇത് മടക്കാൻ പറ്റും. അങ്ങനെ മടക്കിയാൽ 6.4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയിട്ട് മാറുന്നതായിരിക്കും. ഇതിന്റെ റെസൊല്യൂഷൻ വരിക 1008x2232 ആയിരിക്കും. അപ്പം 3 ടൈപ്പ് ഡിസ്പ്ലേ സൈസ് ഇതിൽ വരുന്നുണ്ട്. ഒരു ടാബിന്റെ ഒക്കെ സൈസ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള 10.2 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഒരു ഫോണിന്റെ സൈസ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള 6.4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ വരുന്ന 7.9 ഇഞ്ചിന്റെ ഡിസ്പ്ലേ സൈസും വരുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈപ്പ് ഡിസൈനിൽ വരുന്ന ആദ്യത്തെ ഫോൾഡബിൾ ഫോണാണ് ഈ ഒരു ഫോൾഡബിൾ ഫോൺ. പിന്നെ ഇതിൽ ഒരു ഭാഗത്ത് പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. 16:11 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. പിന്നെ 1440 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് വരുന്നത് 298 ഗ്രാം ആണ്. പിന്നെ തിക്നെസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിന്നായിട്ടുള്ള ഫോണാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് ട്രൈഫോൾഡ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫുൾ ഓപ്പൺ ആക്കി വെച്ചാൽ 3.6 mm മാത്രമേ തിക്നെസ് വരുന്നുള്ളൂ. അപ്പം അത്യാവശ്യം തിന്നാണ്. അതുപോലെ തന്നെ ഒരു ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചാൽ 7.45 mm ആണ് തിക്നെസ് വരുന്നത്. ഇനി ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ തിക്നെസ് വരുന്നത് 12.8 mm ആണ്. അതും നല്ലൊരു തിക്നെസ് തന്നെയാണ്, പ്രത്യേകിച്ച് 3 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് പ്രോസസ്സറാണ് എന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാലും ഇതിൽ കിരിൻ 9000 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. പിന്നെ ഹുവാവേക്ക് സ്നാപ്ഡ്രാഗണിന്റെ ഒക്കെ പ്രോസസ്സർ യൂസ് ചെയ്യാൻ പല റെസ്ട്രിക്ഷൻസും ഉണ്ട്. അതുകൊണ്ടാണ് അവർ അവരുടെ തന്നെ സ്വന്തം പ്രോസസ്സറൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സർ എന്ന് പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സർ ഒന്നുമല്ല. എന്നാലും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പം സ്നാപ്ഡ്രാഗണിന്റെ ഒക്കെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോൺ നമുക്ക് ലഭിച്ചേനെ. പിന്നെ ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ 16 GB റാമും 256 GB ഇന്റേണലുമാണ് വരുന്നത്. 16 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 1 TB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. NFC സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹാർമണി OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. വേരിയബിൾ അപ്പർച്ചർ ഇതിൽ വരുന്നുണ്ട്. f1.2ന്റെയും 4.0യുടെയും ഇടയിൽ വരുന്ന അപ്പർച്ചറാണ് വരുന്നത്. വോയിസിന്റെ സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ 12 മെഗാ പിക്സലിന്റെ f2.2 അപ്പർച്ചറിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് 12 മെഗാ പിക്സലിന്റെ f3.4 അപ്പർച്ചറിൽ വരുന്ന ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 5.5x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ പൊതുവെ ഹുവാവേയുടെ ഡിവൈസുകളിൽ മികച്ച ക്യാമറ പെർഫോമൻസും കിട്ടാറുണ്ട്. ആ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5600 mAh ബാറ്ററിനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 3 പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ടും തിക്നെസ് കുറവാണ് എന്നുണ്ടെങ്കിലും ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിലൊന്നും അവർ കുറവ് വരുത്തിയിട്ടില്ല. 5600 mAh ബാറ്ററിന് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോണിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോണിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 19,999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 2,36,000 രൂപ പ്രൈസ് റേഞ്ചിൽ. അപ്പം വില അത്യാവശ്യം നല്ലോണം ഉണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഹുവാവെ ഇപ്പം അധിക ഡിവൈസുകളൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് അവർക്ക് ഗൂഗിളിന്റെ സപ്പോർട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ ലോഞ്ച് ചെയ്തേക്കാം. യൂറോപ്യൻ കൺട്രീസിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചിലപ്പം ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഇപ്പം പുറത്ത് വന്നിട്ടില്ല.
എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ സ്നാപ്ഡ്രാഗന്റെ ഒരു പ്രോസസ്സറും കൂടി യൂസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഹുവാവേക്ക് അത് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. എന്തായാലും മികച്ച ഫീച്ചേഴ്സും വരുന്നുണ്ട്, പക്ഷെ വിലയും അത്യാവശ്യം നല്ലോണം വരുന്നുണ്ട്. അപ്പോൾ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന അത്യാവശ്യം നല്ല കൂടിയ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ് ഈ ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഹുവാവേയുടെ ഹുവാവേ മേറ്റ് XT അൾട്ടിമേറ്റ് ഡിസൈൻ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.